വെർച്വൽ അറസ്റ്റിലൂടെ വൈദികരിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ പ്രതിയെ ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് പിടികൂടി. വഡോദര സ്വദേശി മന്ദീപ് സിംഗിനെയാണ് കോട്ടയം കടുത്തുരുത്തി പോലീസ് പോയി പിടികൂടിക്കൊണ്ടുവന്നത്. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വൈദികരിൽ നിന്നും ഇയാൾ 11 ലക്ഷം രൂപ തട്ടിയെടുത്തു. അപ്പോൾ ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് വിർച്വൽ അറസ്റ്റ് ചെയ്യാനോ ഇൻ്റർനെറ്റ് വഴി വന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറയാനോ ഒരാൾക്കും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അയാളെ സൂത്രത്തിൽ ഹോൾഡ് ചെയ്യിച്ച് അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അവനെ അകത്താക്കുകയാണ് വേണ്ടത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ഈ വൈദികനെ തട്ടിച്ച കേസിൽ ഈ വഡോദരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കക്ഷികളെക്കുറിച്ച് പറയും. ഗുഡ് മോർണിംഗ് ടോബി, പറയൂ, ഈ ചേട്ടന്മാരിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ പ്രതിയെ ഇവിടേക്ക് മന്ദീപ് സിംഗ് എന്ന് പറയുന്ന ഈ പ്രതിയെ കോട്ടയത്തേക്ക് കൊണ്ടുവരികയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഈ തട്ടിപ്പ് നടന്നത്. അതായത് CBI ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഈ വൈദികനെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. വീഡിയോ കോൾ ആണ് വിളിച്ചത്. തുടർന്ന് വിർച്വൽ അറസ്റ്റിലാണെന്നും ഈ വൈദികന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ചില വ്യാജ രേഖകളൊക്കെ ഇവർ കാണിച്ചു. CBIയുടെ രേഖകളാണ്, താങ്കൾ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ 11 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങുന്നു. പിന്നീട് രണ്ടാമതും ഇതുപോലെ തന്നെ പിറ്റേ ദിവസവും 2 ദിവസത്തിന് ശേഷവും വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ട് ഇതുപോലെ പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഈ വൈദികൻ ഇതൊരു തട്ടിപ്പാണെന്നുള്ള സംശയം തോന്നി കടുത്തുരുത്തി പോലീസിൽ ചെന്നൊരു പരാതി നൽകുന്നത്. ഒപ്പം തന്നെ കോട്ടയം SP-ക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ആ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഈ പണം ഗുജറാത്തിലുള്ള വഡോദരയിൽ നിന്നും ഒരു ATM-ൽ നിന്നുമാണ് പിൻവലിച്ചത്, ഒരു ബാങ്കിൽ നിന്നുമാണ് പിൻവലിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കടുത്തുരുത്തി SHO റെനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഗുജറാത്തിലേക്ക് പോവുകയും ഈ ബാങ്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഗുജറാത്ത് പോലീസിന്റെ കൂടി ഒരു പിന്തുണയോടുകൂടി ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോട്ടയത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോളുകൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസിൽ ബന്ധപ്പെടണമെന്നും പോലീസൊക്കെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ ആളുകൾ ഈ തട്ടിപ്പിൽ വീഴുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധിച്ച് വേണം ഈ ഓൺലൈൻ ഇടപാടുകൾ നടത്താനെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. ഓക്കെ, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകിയത്. ഇനി വിർച്വൽ അറസ്റ്റുമായിട്ട് ഏത് കക്ഷികൾ വന്നാലും നിങ്ങൾ അറിയേണ്ടത്, ഈ വിർച്വൽ അറസ്റ്റ് ചെയ്യാൻ ആർക്കും നിയമം അനുസരിച്ച് അധികാരമില്ല. അങ്ങനെ ഒരു അന്വേഷണ ഏജൻസിയും വരുത്തുമില്ല. വരുന്നെങ്കിൽ ഫ്രോഡ് കേസുകളെ വരൂ. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അകത്താക്കിക്കുക. ഇനി ആരും ഇതിൽ മൂക്കിടിച്ച് വീഴരുത്. കാര്യം വഡോദരയിലൊക്കെ പോയി ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് വരിക കടുത്തുരുത്തി പോലീസിന് തലവേദന തന്നെയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.